മൂവി എന്ന് പറഞ്ഞാൽ ശരിക്ക് ലോജിക്ക് നോക്കാതെ കാണേണ്ട ഒരു ഫൺ ഓറിയൻറ്റഡ് സിനിമയാണ്. കാരണം നമ്മളിപ്പോൾ തെലുങ്ക് സിനിമയിൽ അല്ലെങ്കിൽ തമിഴ് സിനിമയിലൊക്കെ നമ്മൾ കാണാറില്ല ഹീറോയിസം സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ ഒരു കുറച്ച് സമയം നമുക്കൊരു സംശയം എടുക്കും. അത് സിനിമയ്ക്ക് ആദ്യം തന്നെ ചോദിക്കുന്നുണ്ട് ഇത് ഏത് യൂണിവേഴ്സാണ്. അങ്ങനെ ലോജിക്ക് നിങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ലോജിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നിടത്ത് മുതൽ നമുക്ക് സിനിമയിൽ ചില സംശയങ്ങളും പരിപാടികളൊക്കെ തോന്നും. അങ്ങനെ അവർ ആ ടാഗിലേക്ക് കൊടുത്തതിന് കറക്റ്റായിട്ടുള്ള ഒരു അഴിഞ്ഞാട്ടം ഫീലിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. സ്റ്റോറി എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. രണ്ട് ഗ്യാങ് അവർ തമ്മിലുള്ള ഇഷ്യൂസ്, പിന്നെ ഒരു പാസ്റ്റിൽ നിന്നുണ്ടായ പ്രശ്നങ്ങളുകൊണ്ട് അതിന് റിവെഞ്ചായിട്ട് വരുന്ന അങ്ങനെയുള്ള നമ്മുടെ ക്ലീഷേ സ്റ്റോറി തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ജോണർ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു എന്താണ് ക്ലീഷേ സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെ എൻ്റർടൈനർ എടുക്കാം എന്നുള്ള ജോണറാണ് ഇത്. നമുക്ക് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് കഥ പറയാവുന്ന സാധനത്തെ വളരെ എൻ്റർടൈനിങ് ആയിട്ട് പെർഫോമൻസുകളോട് അടിപൊളിയാക്കിയിട്ടുണ്ട്. അത് ദിലീപാണെങ്കിലും വിനീത് ശ്രീനിവാസാണ്, ധ്യാൻ ശ്രീനിവാസൻ, അതുപോലെ ബൈജു, ഇവരുടെ തകർപ്പും പെർഫോമൻസാണ്. പക്ഷേ പടം ശരിക്കും വേറെ ലെവലിലേക്ക് കൊണ്ടുപോയത് ലാലേട്ടൻ്റെ എൻട്രിയോടുകൂടിയാണ്. ലാലേട്ടൻ്റെ എൻട്രിക്ക് ശേഷം ശരിക്കും പറഞ്ഞാൽ ഇത് സിനിമ പുള്ളിയുടേതായി മാറി. നമ്മളിപ്പോൾ 2020 മൂവിയൊക്കെ കാണുമ്പോൾ നമുക്കറിയാം ഇതിനും വലിയ മൾട്ടി സ്റ്റാർ പടമാണ്. പക്ഷേ അതിലും ലാലേട്ടൻ സ്ക്രീനിലേക്ക് വന്നു കഴിയുമ്പോൾ പുള്ളി ആ സ്ക്രീനിലേക്ക് കൊണ്ടുവരുന്ന എനർജി ഉണ്ട്. അതിനായിരുന്നു ഈ സിനിമ കാത്തിരുന്നത്. അത് കംപ്ലീറ്റ്ലി കിട്ടി. അത് ഫാൻസിന് വേണ്ടി എനിക്ക് അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എന്ന് പറയുന്നത് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ലാലേട്ടൻ്റെ. പിന്നെ സെൽഫ് ട്രോളുകൾ ഒരുപാടുണ്ട്. ഒരുപാട് എന്താ പറയുക വേറെ സിനിമകളുടെ റെഫറൻസുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കൊണ്ട് എനിക്കൊന്ന് നമ്മുടെ മാർക്ക് ആൻ്റണിയൊക്കെ ഉണ്ട് തമിഴിൽ ഇങ്ങനെ ഒരു ഫൺ ഓവർ ദ ടോപ്പ് എൻ്റർടൈനറായിട്ട് വന്ന ആ ഒരു ടൈപ്പ്. അങ്ങനെ മലയാളത്തിൽ ഈ ജോണറിൽ അധികം സിനിമകൾ വന്നിട്ടില്ല. അപ്പോൾ ആ ഒരു പടം ഈ ഒരു പടം അങ്ങനെയാണെന്ന് കാണാൻ നിങ്ങൾ കഥയോ ഭയങ്കര ചിന്തിക്കുന്ന സാധനങ്ങളോ അല്ലാതെ ജസ്റ്റ് 2.5 മണിക്കൂർ എൻജോയ് ചെയ്യാനാണെങ്കിൽ ആർട്ട് വിളിക്കുക കൈയടിക്കാനുള്ള എല്ലാ സ്റ്റഫ് ഈ സിനിമയ്ക്കകത്തുണ്ട്. അതുപോലെ എടുത്തു പറയേണ്ടതാണ് നമ്മുടെ ഗോപി സിംഗറിൻ്റെ BGM. ശരിക്കും ഈ ത്രില്ലർ എങ്ങനെ വേണമെന്ന് അതിനു വേണ്ടിയുള്ള മ്യൂസിക്കൊക്കെ ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്. ക്യാമറ ടെക്നിക്കലി എല്ലാവരും പെർഫെക്റ്റാണ്. നല്ല കാസ്റ്റിംഗ് ആണ്. ഫണ്ണായിട്ടുള്ള സ്റ്റോറിയാണ്. ഒന്നിലധികം തവണ കാണാനുള്ള എൻ്റർടൈൻമെൻറ്റുള്ള മുഹൂർത്തങ്ങൾ. പിന്നെ ഫാൻസിന് ലാലേട്ടൻ്റെ ഫാൻസ് ആയാലും ദിലീപ് ഫാൻസ് എല്ലാവർക്കും ചെയർ ചെയ്യാനുള്ള ഒരുപാട് മൊമെൻറ്റ്സ് ഈ സിനിമയിലുണ്ട്. എന്തായാലും ക്രിസ്മസിന് വേണ്ടിയുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് പാക്കേജ് ഒരുക്കുക എന്നുള്ളത് പമ്പയുടെ ക്രൂ വിജയിച്ചിട്ടുണ്ട്. ഒരു ബ്ലോക്ക് ബസ്റ്റർ മൂവി തന്നെയായിരിക്കും എന്നുള്ള